സ്കൂൾ മുറ്റത്തെ ചുവന്ന മണ്ണിൽ അപ്പോഴും ആ പഴയ ഹവായ് ചെരുപ്പിന്റെ വാററ്റ കിടപ്പുണ്ടായിരുന്നു. അതിനു ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കൂട്ടത്തിന്റെ അടക്കം പറച്ചിലുകൾക്കും അലർച്ചകൾക്കും ഇടയിലൂടെ പ്രിൻസിപ്പാളിന്റെ മുറിയിൽ നിന്നും കേൾക്കുന്ന ഒരു നേർത്ത ഞരക്കം മാത്രം ആരും ശ്രദ്ധിച്ചില്ല. പഴയൊരു ഇരുമ്പ് മേശയുടെ അടിയിൽ മുട്ടുകുത്തിയിരുന്ന് സ്വന്തം ചെവികൾ രണ്ട് കൈകൊണ്ടും ഇറുകി പൊത്തിപ്പിടിച്ച് വിറക്കുകയായിരുന്നു 15-കാരനായിട്ടുള്ള അപ്പു. അവന്റെ കണ്ണുകൾ ഭയം കൊണ്ട് ചുവന്ന് കലങ്ങിയിരുന്നു. നെറ്റിയിലൂടെ ഒലിച്ചിറങ്ങിയ വിയർപ്പ് തുള്ളികൾ അവന്റെ കീറിയ ഷർട്ടിന്റെ കോളറിനെ നനച്ചു. പുറത്ത് കാലുകളിൽ വീണുകീഴുന്ന ഭവാനിയമ്മയുടെ നിലവിളി കാറ്റിൽ അലിഞ്ഞില്ലാതാവുകയായിരുന്നു. എന്റെ കുട്ടിക്ക് ഒന്നും അറിയില്ല സാറേ, അവനൊരു ബുദ്ധിവികാസമില്ലാത്ത കൊച്ചല്ലേ, അവനെ കൊല്ലല്ലേ. ആ അമ്മയുടെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങിപ്പൊട്ടി. എന്നാൽ ആ നാട്ടിലെ സദാചാരബോധം മുഴുവൻ പേറുന്ന PTA പ്രസിഡന്റ് രാജീവൻ നായരുടെ ശബ്ദം അതിലും ഉച്ചത്തിലായിരുന്നു. 15 വയസ്സായില്ലേ അവനെ, ചോരത്തൾപ്പമുള്ള പ്രായമാ, ബുദ്ധിമാന്ദ്യം എന്നൊക്കെ പറഞ്ഞ് ഈ നാടിനെ മുഴുവൻ വിഡ്ഢികളാക്കാൻ നോക്കരുത്. ഒരു ടീച്ചറുടെ ദേഹത്ത് കയറി പിടിക്കാൻ അവന് എവിടുന്ന ധൈര്യം കിട്ടിയത്? ഈ വാക്കുകൾ കേട്ട് മുറിയുടെ ഒരു മൂലയിൽ എന്തു ചെയ്യണമെന്നറിയാതെ തറഞ്ഞു നിൽക്കുകയായിരുന്നു അശ്വതി ടീച്ചർ. അവരുടെ കൈകൾ സ്വന്തം സാരിത്തലിപ്പിൽ മുറുകെ പിടിച്ചിരുന്നു. ആകെ മരവിച്ച ഒരവസ്ഥ. കുറച്ചുനേരം മുമ്പ് നടന്ന സംഭവം അവരുടെ മനസ്സിൽ ഒരു പേടി സ്വപ്നം പോലെ മിന്നി മറയുകയായിരുന്നു. കരിങ്കല്ല് പാകിയ ഇടവഴികളിലൂടെ നടക്കുമ്പോൾ അപ്പുവിന് എപ്പോഴും ഒരു താളമുണ്ടായിരുന്നു. വലതുകാൽ ഒരൽപ്പം വലിച്ചുവെച്ചുള്ള ആ നടത്തം കാണുമ്പോൾ വഴിയരികിൽ നിൽക്കുന്ന ചിലർ അടക്കി പിടിച്ച് ചിരിക്കും. അതൊന്നും അവനെ ബാധിക്കാറില്ല. അവന്റെ ലോകം അവൻ്റേത് മാത്രമായിരുന്നു. മഴത്തുള്ളികൾ ഇലകളിൽ വീഴുന്ന ശബ്ദവും വെയിലിൽ തിളങ്ങുന്ന ചില്ലുകഷ്ണങ്ങളുമായിരുന്നു അവന്റെ കൂട്ടുകാർ. ജനിച്ച അന്നു മുതൽ ഭവാനിയമ്മയുടെ ലോകം ഈ കുട്ടിയായിരുന്നു. ഭർത്താവ് മരിച്ചതിനു ശേഷം വയലിലും പറമ്പിലും പണിയെടുത്താണ് ആ അമ്മ അവനെ പോറ്റിയത്. അവന്റെ ഓരോ ചെറിയ മാറ്റങ്ങളും ആ അമ്മയ്ക്ക് മനഃപ്പാഠമായിരുന്നു. അവന് വിശക്കുമ്പോൾ കരയില്ല, പകരം സ്വന്തം തലമുടി വലിച്ചു പറിക്കും. ദേഷ്യം വന്നാൽ സ്വന്തം കൈകളിൽ കടിക്കും. ശരിയും തെറ്റും എന്താണെന്ന് അവനറിയില്ല. അവന് ചുറ്റുമുള്ളവർ അവനെ പൊട്ടൻ എന്ന് വിളിച്ചപ്പോൾ ഭവാനിയമ്മ അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചു. എന്നാൽ പ്രായം കൂടുന്തോറും അവന്റെ ശരീരത്തിന് മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഉയരവും വണ്ണവും വെച്ച ഒരു 15-കാരന്റെ ശരീരവും 3 വയസ്സുകാരന്റെ ബുദ്ധിയുമായിരുന്നു അവന്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ കണ്ണുകളിൽ അവനൊരു ഭീഷണിയായിട്ട് മാറാൻ തുടങ്ങി. അവനെ സ്കൂളിൽ അയക്കുന്നത് തന്നെ പലർക്കും ഇഷ്ടമായിരുന്നില്ല. ഇങ്ങനെയുള്ളമാരെ വീട്ടിൽ കെട്ടിയിടണം എന്ന് അയൽക്കാർ പറയുന്നത് കേട്ട് പല രാത്രികളിലും ആ അമ്മ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലിരുന്ന് കണ്ണീര് വാർത്തു. സ്കൂൾ വാർഷികത്തിന്റെ അന്ന് രാവിലെ സാധാരണയിലും വിപരീതമായിട്ട് അപ്പു വളരെ അസ്വസ്ഥനായിരുന്നു. വലിയ ശബ്ദങ്ങൾ അവന് പണ്ടേ പേടിയാണ്. സ്കൂൾ ഗ്രൗണ്ടിൽ കെട്ടിയ വലിയ പന്തലും അതിൽ നിന്ന് അലറി വിളിക്കുന്ന മൈക്ക് സെറ്റും അവനിൽ ഒരു പരിഭ്രാന്തി ഉണ്ടാക്കിയിരുന്നു. ഭവാനിയമ്മ അവനെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് ക്ലാസ്സിൽ ഇരുത്തിയിട്ടാണ് പണിക്ക് പോയത്. ഉച്ചയോടെയാണ് മൈക്കിലൂടെയുള്ള അനൗൺസ്മെന്റുകളും ഉച്ചത്തിലായത്. അതോടൊപ്പം കുട്ടികളുടെ ബഹളവും കൂടിയായപ്പോൾ അപ്പുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ചെവികളിൽ 1000 വണ്ടുകൾ ഒന്നിച്ചു മൂളുന്നതുപോലെ അവന് തോന്നി. ശ്വാസം മുട്ടുന്നതുപോലെ തോന്നിയ അവൻ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്കോടി. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവന് പോലും അറിയില്ലായിരുന്നു. കണ്ണുകൾ ഇറുകെ അടച്ച് കൈകൾ വീശി അവൻ മുന്നോട്ട് കുതിച്ചു. ആ സമയത്താണ് സ്റ്റേജിലെ പരിപാടികൾ കഴിഞ്ഞ് തിരികെ സ്റ്റാഫ് റൂമിലേക്ക് വരികയായിരുന്ന അശ്വതി ടീച്ചർ. പുതിയതായി ജോലിക്ക് കയറിയതേയുള്ളൂ. നല്ല കടും പച്ച നിറത്തിലുള്ള മിനുസമുള്ള സിൽക്ക് സാരിയായിരുന്നു അവർ ധരിച്ചിരുന്നത്. ഇടനാഴിയിലൂടെ ഓടി വന്ന അപ്പു പെട്ടെന്ന് എതിർനിശയിൽ നിന്ന് വന്ന അശ്വതി ടീച്ചറുമായിട്ട് കൂട്ടിയിടിച്ചു. വീഴാൻ പോയ അപ്പു ഭയം കൊണ്ടും പരിഭ്രാന്തി കൊണ്ടും മുന്നിൽ കണ്ട ഏക ആശ്രയമായിട്ടുള്ള ആ സാരിത്തുമ്പിൽ പിടിമുറുക്കി. എന്നാൽ അവൻ പിടിച്ചത് അവരുടെ മാറിൽ കൂടിയായിരുന്നു. ശബ്ദങ്ങളുടെയും വെളിച്ചത്തിന്റെയും കുത്തൊഴുക്കിൽ ശ്വാസം കിട്ടാതെ പിടയുന്ന ഒരു ജീവൻ, നിലനിൽപ്പിനായിട്ട് നടത്തുന്ന ഒരു അവസാന ശ്രമം മാത്രമായിരുന്നു അത്. എന്നാൽ അവൻ ആ പിടുത്തം വിട്ടില്ല. അവന്റെ കണ്ണുകൾ അടഞ്ഞിരുന്നു, ചുണ്ടുകൾ വിറക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നുള്ള ഈ ആക്രമണത്തിൽ അശ്വതി ടീച്ചർ ഭയന്നുപോയി. അവർ ഉറക്കെ നിലവിളിച്ചു. ആ നിലവിളി കേട്ട് ഓടിക്കൂടിയ മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും കണ്ടത് ടീച്ചറുടെ മാറിൽ മുറുകെ പിടിച്ചു നിൽക്കുന്ന അപ്പുവിനെയാണ്. ആർക്കും ഒന്നും മനസ്സിലായില്ല. അവനെ ബലമായി പിടിച്ചു മാറ്റുമ്പോഴേക്കും ടീച്ചറുടെ സാരിയുടെ ഒരു ഭാഗം കീറിപ്പോയിരുന്നു. നിമിഷങ്ങൾക്കകം വാർത്ത സ്കൂൾ മുഴുവൻ പടർന്നു. അപ്പു അശ്വതി ടീച്ചറെ കടന്നു പിടിച്ചു. സത്യമെന്താണ് എന്ന് അന്വേഷിക്കാൻ ആരും തയ്യാറായില്ല. അവന്റെ പ്രായവും ശരീരവും മാത്രമാണ് അവര് കണ്ടത്. ഓടിക്കിതച്ചു വന്ന ഭവാനിയമ്മ കാണുന്നത് ഗ്രൗണ്ടിന്റെ നടുവിൽ പൊരിവെയിലിൽ നിർത്തിയിരിക്കുന്ന അപ്പുവിനെയാണ്. അവന്റെ കവിളുകൾ അടികൊണ്ട് ചുവന്നിരുന്നു. ചുണ്ടിൽ നിന്ന് ചോര പൊടിയുന്നുണ്ടായിരുന്നു. എന്റെ മോനെ തല്ലല്ലേ എന്ന് നിലവിളിച്ചുകൊണ്ട് ആ അമ്മ അവന്റെ മേലേക്ക് വീണു. എന്നാൽ ആൾക്കൂട്ടം അവരെ വലിച്ചു മാറ്റി.
നിന്റെയൊക്കെ മക്കളെ ഈ പ്രായത്തിൽ ഇങ്ങനെ അഴിച്ചുവിട്ടാൽ നാടിനു മുഴുവൻ ആപത്താടി. ഇവരെ ഇന്ന് പോലീസിൽ പിടിച്ചു കൊടുക്കും, PTA പ്രസിഡന്റ് അലറി. ഇതിനിടയിൽ സംഭവിച്ചതിന്റെ ആഘാതത്തിൽ നിന്ന് അശ്വതി ടീച്ചർ മുക്തയായിരുന്നില്ല. അവർക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അപമാന ഭാരത്താൽ അവരുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. പോലീസ് ജീപ്പ് സ്കൂൾ ഗേറ്റിൽ വന്നു നിന്നപ്പോൾ ഭവാനിയമ്മ പ്രിൻസിപ്പാളിന്റെ കാലുകളിൽ വീണ് പൊട്ടിക്കരഞ്ഞു. സ്വന്തം താലിച്ചരട് പൊട്ടിച്ച് ആ മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് അവര് പറഞ്ഞു, ഇതെടുത്തിട്ടാണെങ്കിലും എന്റെ മോനെ ഒന്ന് വിട്ടുതരണം സാറേ, അവൻ ഇരുട്ടുപേടിയ, ജയിലിലിട്ട് അവൻ ചത്തുപോകും സാറേ എന്ന്. അന്ന് വൈകുന്നേരം സ്വന്തം വീടിന്റെ ജനലേഴിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അശ്വതി ടീച്ചർ. മഴ ചാറുന്നുണ്ടായിരുന്നു. മനസ്സിൽ മുഴുവൻ ആ സംഭവം തന്നെയായിരുന്നു. സമൂഹം പറഞ്ഞതുപോലെ അതൊരു കാമവെറിയന്റെ ആക്രമണമായിരുന്നു. അവര് സ്വയം ചോദിച്ചു. ഇല്ല, ആ നിമിഷം ആ കുട്ടിയുടെ കണ്ണുകളിൽ താൻ കണ്ടത് കാമമായിരുന്നില്ല, മറിച്ച് വല്ലാത്തൊരു ഭയമായിരുന്നു. മരണവെപ്രാളത്തിൽ വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ഒരാൾ, കിട്ടിയ കൊമ്പിൽ പിടിമുറിക്കുന്നത് പോലെയുള്ള ഒരു പിടുത്തം. ആ മുഖത്ത് ഒരു തരിമ്പ് പോലും ക്രൂരത ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് മറ്റൊരു ചിത്രം കടന്നു വന്നു. തന്നെ ബലമായി അവനിൽ നിന്ന് അടർത്തി മാറ്റുമ്പോഴും അവന്റെ ഒരു കൈയിൽ തന്റെ സാരിയുടെ കീറിയ ഒരു ചെറിയ കഷ്ണം ഉണ്ടായിരുന്നു. അവനത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. രാത്രി മുഴുവൻ അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ ആരും കാണാതെ അശ്വതി ടീച്ചർ ആ ഗ്രാമത്തിന്റെ ഒരറ്റത്തുള്ള അപ്പുവിന്റെ വീട്ടിലേക്ക് നടന്നു. വഴിയരികിൽ മുഴുവൻ കാടും പടർപ്പും പിടിച്ചു കിടക്കുന്നു. ചോർന്നൊലിക്കുന്ന ഓലമേഞ്ഞ ഒരു ചെറിയ പുര. മുറ്റത്തെത്തിയപ്പോൾ തന്നെ അവർക്ക് കേൾക്കാമായിരുന്നു ഹൃദയം തകർക്കുന്ന ആ അമ്മയുടെ തേങ്ങൽ. പതുക്കെ വാതിൽക്കൽ ചെന്ന് നിന്ന അശ്വതി ടീച്ചർ കണ്ട കാഴ്ച അവരുടെ ഉള്ളലച്ചു കളഞ്ഞു. ചുമരിനോട് ചേർന്ന് കുത്തിയിരിക്കുന്ന അപ്പു. അവന്റെ കൈകൾ രണ്ടും പിന്നിലേക്ക് കെട്ടിയിട്ടിരിക്കുന്നു. മുന്നിൽ ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞിയുമായിട്ട് ഭവാനിയമ്മ ഇരിപ്പുണ്ട്. അവര് ഓരോ പറ്റ് വാരി കൊടുക്കുമ്പോഴും അവൻ മുഖം വെട്ടിത്തിരിക്കുന്നുണ്ടായിരുന്നു. അവന്റെ നെറ്റിയിൽ വലിയൊരു മുറിവുണ്ട്. തല ഭിത്തിയിലിടിച്ച് അവൻ തന്നെ ഉണ്ടാക്കിയതാണത്. തന്നെ നോക്കി നിൽക്കുന്ന ടീച്ചറെ കണ്ടതും ഭവാനിയമ്മ ഞെട്ടി എഴുന്നേറ്റു. ആ പാത്രം താഴെ വീണ് കഞ്ഞി മുഴുവൻ മണ്ണിൽ പടർന്നു. ടീച്ചറെ, എന്റെ മോൻ ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അവനെ പോലീസുകാർക്ക് വിട്ടുകൊടുക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ടീച്ചറുടെ കാലുകളിലേക്ക് വീഴാനാഞ്ഞു. അശ്വതി ടീച്ചർ അവരെ പിടിച്ചുയർത്തി. അപ്പോഴാണ് അവർ ഭവാനിയമ്മയുടെ കൈകളിലേക്ക് നോക്കിയത്. ആ കൈകളിൽ മുഴുവനും പഴയതും പുതിയതുമായിട്ടുള്ള കടിയേറ്റ പാടുകളായിരുന്നു. ഇത് ടീച്ചർ ചോദിച്ചു. അവന് സങ്കടം വന്നാൽ, പേടി വന്നാൽ അവൻ എൻ്റെ കൈയെടുത്ത് കടിക്കും ടീച്ചറെ. വേദനിക്കുമ്പോഴും ഞാൻ കൊടുക്കും, അല്ലാതെ എൻ്റെ കുട്ടി എന്തു ചെയ്യും? ആ അമ്മയുടെ വാക്കുകൾ അശ്വതി ടീച്ചറുടെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ പോലെ പതിച്ചു. അപ്പോഴാണ് അവരുടെ കണ്ണുകൾ അപ്പുവിന്റെ മടിയിലേക്ക് പോയത്. കെട്ടിവെച്ച കൈകൾക്കിടയിലും അവൻ എന്തോ ഒന്ന് ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് പച്ച നിറത്തിലുള്ള ഒരു സിൽക്ക് തുണിയായിരുന്നു. തലേ ദിവസം കീറിപ്പോയ തന്റെ സാരിയുടെ കഷ്ണം. ഇതെന്താ അവൻ ഈ തുണി കൊണ്ട് വെച്ചിരിക്കുന്നത്? ടീച്ചർ അത്ഭുതത്തോടെ ചോദിച്ചു. ഭവാനിയമ്മ കണ്ണീരൊതുക്കിക്കൊണ്ട് പറഞ്ഞു, അവന് മിനുസമുള്ള തുണികൾ ഭയങ്കര ഇഷ്ടമാ ടീച്ചറെ. ജനിച്ചപ്പോൾ ഞാൻ അവനെ കിടത്തിയിരുന്നത് എൻ്റെ ഒരു പഴയ സിൽക്ക് സാരിയില. അവന് പേടി വരുമ്പോഴൊക്കെ ഇങ്ങനത്തെ തുണികളിൽ പിടിച്ചാലേ സമാധാനം കിട്ടും. ഇന്നലെ സ്കൂളിലെ ബഹളം കേട്ട് പേടിച്ചപ്പോൾ അവൻ... ഭവാനിയമ്മക്ക് മുഴുവൻ പറയാൻ കഴിഞ്ഞില്ല. അശ്വതി ടീച്ചറുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരധാരയായിട്ട് ഒഴുകാൻ തുടങ്ങി. താൻ എത്ര വലിയൊരു തെറ്റിദ്ധാരണയിലാണ് ജീവിച്ചതെന്ന് അവർക്ക് മനസ്സിലായി. ആ നിഷ്കളങ്കനായിട്ടുള്ള കുട്ടിയാണ് ഈ സമൂഹം മുഴുവൻ കാമഭ്രാന്തനായിട്ട് ചിത്രീകരിച്ചത്. അടുത്ത ദിവസം രാവിലെ സ്കൂളിൽ PTA-യുടെയും നാട്ടുകാരുടെയും ഒരു വലിയ യോഗം വിളിച്ചു ചേർത്തിരുന്നു. അപ്പുവിനെ പോലീസിൽ ഏൽപ്പിക്കാനും സ്കൂളിൽ നിന്ന് സ്ഥിരമായിട്ട് പുറത്താക്കാനും തീരുമാനമെടുക്കായിരുന്നു ലക്ഷ്യം. ഭവാനിയമ്മയെ യോഗത്തിലേക്ക് വിളിച്ചിട്ട് പോലുമില്ലായിരുന്നു. പ്രിൻസിപ്പാൾ നടപടികൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അശ്വതി ടീച്ചർ ആ മുറിയിലേക്ക് കടന്നു വന്നത്. എല്ലാവരും നിശബ്ദരായി. അവര് വന്ന് പരാതിയിൽ ഒപ്പുവെക്കും എന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ടീച്ചറുടെ മുഖത്ത് ഭയമോ സങ്കടമോ ഉണ്ടായിരുന്നില്ല, മറിച്ച് വല്ലാത്തൊരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. അവർ നേരെ പ്രിൻസിപ്പാളിന്റെ മേശക്കരികിലെത്തി. കയ്യിലുണ്ടായിരുന്ന ഒരു ഫയല് അവർ ആ മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്താണിത് അശ്വതി ടീച്ചറെ? പ്രിൻസിപ്പാൾ ചോദിച്ചു. ഇത് അപ്പുവിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകളാണ്. കഴിഞ്ഞ 10 വർഷമായി അവൻ അനുഭവിക്കുന്ന മാനസികാവസ്ഥയുടെ തെളിവുകൾ. ടീച്ചറുടെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. PTA പ്രസിഡന്റ് പരിഹാസത്തോടെ പറഞ്ഞു, അതൊക്കെ എന്തിനാ ടീച്ചറെ? അവൻ നിങ്ങളോട് ചെയ്തതിന് നമ്മൾ ഇന്നൊരു തീരുമാനമെടുക്കും. പെട്ടെന്ന് അശ്വതി ടീച്ചർ അയാളുടെ നേരെ തിരിഞ്ഞു. അവരുടെ കണ്ണുകളിൽ തീ പാറുന്നുണ്ടായിരുന്നു. എന്താണ് അയാൾ എന്നോട് ചെയ്തത്? പറയൂ. നിങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചോ അവൻ എന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന്? ഒരു 15-കാരന്റെ ശരീരമുള്ള, എന്നാൽ മനസ്സുകൊണ്ട് 3 വയസ്സ് പോലും ഇല്ലാത്ത ഒരു കുട്ടി വലിയ ശബ്ദങ്ങൾ കേട്ട് ഭയന്ന് വിറച്ച് എൻ്റെ അരികിലേക്ക് ഓടി വന്നു. അവനൊരു ആശ്രയം വേണമായിരുന്നു. അവൻ പിടിച്ചത് എൻ്റെ സാരിയിലായിരുന്നു, എൻ്റെ ശരീരത്തിലായിരുന്നില്ല. യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും പരസ്പരം നോക്കി. ആരും ഒന്നും മിണ്ടിയില്ല. അശ്വതി ടീച്ചർ തുടർന്നു.
അവന്റെ അമ്മയുടെ കൈകളിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? സ്വന്തം മകന്റെ പേടി മാറ്റാൻ അവൾ അവന് കടിച്ചു മുറിക്കാൻ കൊടുത്ത ആ കൈകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് കാണേണ്ടത് ഒരു ഇരയാണ്. നിങ്ങളുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന ആ വൃത്തികെട്ട ചിന്തകളൊക്കെ കൂടെ നിങ്ങൾ ആ പാവം കുട്ടിയുടെ മേൽ കെട്ടിവെച്ചു. എനിക്കൊരു പരാതിയുമില്ല. അവനെ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ സമ്മതിക്കില്ല. മുറിയിൽ കനത്ത നിശബ്ദത തളം കെട്ടി നിന്നു. ആരുടെയും മുഖത്ത് നോക്കാൻ കഴിയാതെ പലരും തല താഴ്ത്തി. അശ്വതി ടീച്ചർ ആ ഫയലും എടുത്ത് പുറത്തേക്ക് നടന്നു. പുറത്ത് ജനലഴികളിലൂടെ എല്ലാം കേട്ടുകൊണ്ട് കണ്ണീരൊഴുക്കി നിൽക്കുന്ന ഭവാനി അമ്മയുണ്ടായിരുന്നു. ടീച്ചർ അവരുടെ അടുത്തേക്ക് ചെന്ന് ആ മെലിഞ്ഞ കൈകളിൽ മുറുകെ പിടിച്ചു. എന്നിട്ട് ഒട്ടും പതറാതെ ശബ്ദത്തിൽ പറഞ്ഞു, വരൂ ചേച്ചി, നമുക്ക് പോയി അവനെ കൂട്ടിക്കൊണ്ടുവരാം. ഇനി അവനെ ആരും ഒന്നും പറയില്ല. ഞാൻ നോക്കിക്കോളാം അവനെ. സ്കൂൾ ഗേറ്റ് കടന്ന് അവർ നടന്നു നീങ്ങുമ്പോൾ മഴ പെയ്തു തോർന്ന ആകാശത്ത് ഒരു ചെറിയ വെളിച്ചം വീണു തുടങ്ങിയിരുന്നു. ആ വെളിച്ചത്തിൽ അതുവരെ ഭയത്തോടെ ചുരുണ്ടുകൂടിയ ഒരു അനാഥ ജന്മത്തിന് കാവലായിട്ട് ഒരു പുതിയ അമ്മ ജനിക്കുകയായിരുന്നു. സമൂഹത്തിന്റെ കപട സദാചാരത്തിനുമേൽ ഒരു പെണ്ണിന്റെ സ്നേഹവും കരുത്തും നേടിയ ഏറ്റവും വലിയ വിജയമായിരുന്നു അത്. താളമില്ലാത്ത അപ്പുവിന്റെ ചുവടുകൾക്ക് കൂട്ടിനായി ഇനി ആ കൈകൾ ഉണ്ടാകും. ജീവിതാവസാനം വരെ യാതൊരു വ്യവസ്ഥകളും ഇല്ലാത്ത സ്നേഹത്തിന്റെ പൂർണ്ണത അവിടെ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ഒരു വേനൽ മഴ പോലെ അത് ആ ഗ്രാമത്തിന്റെ അഴുക്കുകളെ മുഴുവൻ കഴുകി കളഞ്ഞിരുന്നു. ആ കണ്ണീരും വിയർപ്പിനും അപ്പോൾ പനിനീരിന്റെ ഗന്ധമായിരുന്നു. ആരും കാണാതെ ആ പഴയ ഹവായ് ചെരുപ്പ് മാത്രം ആ മണ്ണിൽ അപ്പോഴും അവരുടെ വരവും കാത്ത് കിടപ്പുണ്ടായിരുന്നു. താളമില്ലാത്ത ആ കാലുകൾക്ക് വീണ്ടും ചിറകുമുളക്കാൻ കാത്തിരിക്കുന്നത് പോലെ അവിടെ വീണ്ടും പുതിയൊരു പ്രഭാതം പൊട്ടിവിടരുകയായിരുന്നു. അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെ, മനുഷ്യത്വത്തിന്റെ ഒരു പുതിയ പ്രഭാതം. വരാനിരിക്കുന്ന ഒരുപാട് വസന്തങ്ങൾക്കായിട്ട് പ്രകൃതി പോലും അപ്പോൾ അവരെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പുവിന്റെ ലോകത്ത് ഇനി ഭയമില്ല. അവിടെ അവനെ മനസ്സിലാക്കുന്ന 2 ഹൃദയങ്ങൾ കാവലായിട്ടുണ്ട്. ഒപ്പം അവനെ പിച്ചവെക്കാൻ ഒരു പുതിയ ആകാശവും. വിറക്കുന്ന അവന്റെ കൈകളിൽ ആ പഴയ പച്ച സാരി കഷ്ണം അപ്പോഴും ഭദ്രമായിരുന്നു. ഒരു വലിയ സ്നേഹത്തിന്റെ ഓർമ്മപ്പെടുത്തൽ പോലെ. ആ സ്നേഹം എന്നും അവന് കൂട്ടായിട്ടുണ്ടാകും. ഏതിരുട്ടിലും വെളിച്ചമേകാൻ. ഒരു ചെറിയ മനസ്സിൽ വിരിഞ്ഞ വലിയൊരു ലോകത്തിന്റെ തുടക്കമായിരുന്നു അത്. ആരും കാണാത്ത, എന്നാൽ എല്ലാവരും അറിയേണ്ട ഒരു വലിയ ലോകത്തിന്റെ തുടക്കം. ഭവാനിയമ്മയുടെ ചുളിവ് വീണ മുഖത്ത് അപ്പോൾ ഒരു വലിയ ആശ്വാസം നിഴലിക്കുന്നുണ്ടായിരുന്നു. ആ കാറ്റിൽ ആ അമ്മയുടെ പ്രാർത്ഥനകൾ അലിഞ്ഞു ചേർന്നു. എങ്ങും ഒരു പുതിയ പ്രതീക്ഷയുടെ നാമ്പുകൾ തളർത്തു തുടങ്ങിയിരുന്നു. അവരുടെ ആ യാത്ര ഒരുപക്ഷെ ആ ഗ്രാമം കണ്ട ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. സ്നേഹത്തിന്റെ, വിശ്വാസത്തിന്റെ, ഒപ്പം കാരുണ്യത്തിന്റെ ഒരു അപൂർവ കാഴ്ച. ആ കാഴ്ചയിൽ എല്ലാവർക്കും ഒരു പാഠമുണ്ടായിരുന്നു. കണ്ണുകൾ കൊണ്ട് മാത്രം കണ്ടാൽ പോരാ, ഹൃദയം കൊണ്ട് കൂടി കാണണം എന്ന വലിയ പാഠം. ആ പാഠം ഉൾക്കൊണ്ടുവേണം ഇനിയുള്ള ഓരോ ചുവടും വെക്കാൻ എന്ന വലിയ ഓർമ്മപ്പെടുത്തൽ. അങ്ങനെ ആ യാത്ര പുതിയൊരു ചരിത്രത്തിലേക്ക് വഴി മാറുകയായിരുന്നു. ആരും അറിയാതെ, എന്നാൽ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു വലിയ ചരിത്രത്തിലേക്ക്. അവിടെ അപ്പു ഒറ്റക്കായിരുന്നില്ല. അവനോടൊപ്പം വലിയൊരു ലോകം തന്നെ ഉണ്ടായിരുന്നു. ആ ലോകം ഇനി അവൻ്റേതു കൂടിയാണ്. ആരും അവനെ മാറ്റി നിർത്തില്ല. കാരണം അവനും ഈ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. അവനും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അവകാശമുണ്ട്. ആ അവകാശം ആരും അവനിൽ നിന്ന് തട്ടിയെടുക്കില്ല. അശ്വതി ടീച്ചറുടെ ആ തീരുമാനം വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകണം. അത് നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങണം. ആ മാറ്റങ്ങൾക്കായിട്ടുള്ള കാത്തിരിപ്പിലാണ് നാം എല്ലാവരും.